ഇപ്പോൾ മുഹമ്മദ് നബിയുടെ കാലത്ത് പണ്ഡിതന്മാരിരുന്ന് ചർച്ച ചെയ്യുമായിരുന്നത്രേ. ഈ സ്ത്രീ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടി അല്ല, അത് ചെകുത്താൻ്റെ അംശമാണുള്ളത്. ദൈവത്തിൽ നിന്ന് അംശമില്ല. പുരുഷന്മാരാണ് ദൈവത്തിൻ്റെ അംശത്തിൽ പിറന്നവർ. പുരുഷന്മാരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമേ സ്ത്രീ ജന്മത്തിന് ചിന്തിക്കേണ്ടതുള്ളൂ. കഴിയുന്നത്ര പുരുഷന്മാരെ സന്തോഷിപ്പിച്ച് അവരുടെ അടിമയായിട്ട് നിൽക്കുക. പിന്നെ ചിലർ ചർച്ച ചെയ്ത് പറഞ്ഞു, പുരുഷന്മാർക്ക് ശരീരത്തിൽ ഹൃദയം എന്ന് പറയുന്ന ഒരു അവയവമുണ്ട്. കുറേശ്ശെ കീറാനും മുറിക്കാനും അവയവത്തെക്കുറിച്ചൊക്കെ പഠിച്ചു വരുന്ന കാലഘട്ടമാണ്. പൂർണ്ണമായിട്ടും ഡിസക്ഷനൊന്നും നടന്നിട്ടില്ല. ഈ ശരീരത്തിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പൂർണ്ണധാരണയൊന്നും ആയി കഴിഞ്ഞിട്ടില്ല. പിന്നീടാണ് അതെല്ലാം പഠിച്ചു വന്നിട്ടുള്ളത്, കീറി മുറിച്ച് പരിശോധനയൊക്കെ. പക്ഷെ എന്നിട്ടും പറഞ്ഞു, സ്ത്രീക്ക് അങ്ങനെ ഒരു അവയവം ഇല്ല, പുരുഷന്മാർക്കതുണ്ട്. അതുകൊണ്ട് സ്ത്രീ എന്ന് പറയുന്നത് ഒരു വസ്തു മാത്രമായിട്ട് സങ്കല്പിക്കുകയാണ്. നമസ്കാരം. മുഹമ്മദ് നബിയെക്കുറിച്ചും ക്രൈസ്തവ സമുദായത്തെക്കുറിച്ചുമൊക്കെ വാചാലയായി മട്ടന്നൂർ MLA KK ശൈലജ. ഫ്യൂഡൽ സമ്പ്രദായത്തെക്കുറിച്ചൊക്കെ എത്ര മനോഹരമായാണ് ടീച്ചർ പ്രസംഗിക്കുന്നത് എന്ന് ഒന്ന് കേട്ടു നോക്കേണ്ടത് തന്നെയാണ്. സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളവരാണ്. എത്രയധികം പുരുഷന്മാരെ സന്തോഷിപ്പിക്കുന്നതോ അത്രയധികം നല്ലത്. അവരുടെ പ്രധാന ധർമ്മം തന്നെ പുരുഷന്മാരെ സന്തോഷിപ്പിക്കുക മാത്രമാണ്. അവരുടെ ജോലി അതാണെന്നാണ് ആ സമയത്ത് ധരിച്ചിരുന്നത്. എന്നാൽ നബി അതിനെ പുരോഗമനപരമായി തിരുത്തി. അന്നത്തെ കാലത്ത് അതൊക്കെ വലിയ കാര്യമല്ലേ? ക്രിസ്തുവിന്റെ സമയത്തും ഇത്തരമൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് മഗ്ദലന മറിയത്തിന്റെ കാര്യത്തിലാണ്. മതത്തിന്റെ പേരിൽ തമ്മിത്തല്ലുന്ന കാലഘട്ടത്തിൽ അതിന്റെ സത്യാവസ്ഥകളെ പുറത്തെത്തിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സത്യത്തിൽ വെറുതെയല്ല പിണറായിക്ക് ശൈലജ ടീച്ചറോട് ഇത്രേ അസൂയ. പരട്ടച്ചങ്കുണ്ടായാൽ മാത്രം പോരല്ലോ, തലയ്ക്കകത്ത് ആൾതാമസവും വേണമല്ലോ. അത് നിങ്ങൾക്ക് ഈ പ്രസംഗം കേൾക്കുമ്പോൾ മനസ്സിലാകും. ആ കൂട്ടത്തിൽ ഒന്നായിരുന്നു ഫ്യൂഡലിസം. ഭൂമിയുടെ ഉടമസ്ഥത ചില ആളുകൾ കൈക്കലാക്കുക, എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം ഭൂമിയിൽ താഴ്ന്ന ആളുകളാണെന്ന് വരുത്തി തീർക്കുക. ഭൂമിയും വിദ്യയും സമ്പത്തും ചിലരിൽ കേന്ദ്രീകരിക്കുക. അങ്ങനെയാണ് ഫ്യൂഡലിസം തുടങ്ങിയത്. രാജവാഴ്ച, ജന്മിവാഴ്ച, ലാൻഡ് ലോഡ്സ് ആൻഡ് ടെനൻസ്, ഇങ്ങനെയെല്ലാം ഉണ്ടായി. ഇന്ത്യയിലും ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ട്, അധിനിവേശത്തിനെതിരായിട്ട് പോരാട്ടം നടത്തുമ്പോൾ നമുക്ക് ഫ്യൂഡലിസത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടം നടത്തേണ്ടതായിട്ട് വന്നു. ലാൻഡ് ലോഡിസം എന്ന് പറയുന്നത് അങ്ങേയറ്റം ക്രൂരമായിരുന്നു. ആ സമൂഹത്തിലും സ്ത്രീകൾ എങ്ങനെയായിരുന്നു അതാണ് പരിശോധിക്കേണ്ടത്. ചങ്ങലയില്ല കാലുകളിൽ, നേരത്തെ പോലെ. പ്രസവിക്കുമ്പോഴൊക്കെ സ്വകാര്യമായിട്ട് പ്രസവിക്കാം, അത്രയും ആശ്വാസം പഴയതിനേക്കാൾ. പക്ഷേ കാലിൽ ചങ്ങലയില്ലെങ്കിലും അവരുടെ വ്യക്തിത്വത്തിന്മേൽ ചങ്ങല പൂട്ടിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഫ്യൂഡൽ കാലഘട്ടത്തിലും സ്ത്രീ അടിമയായിരുന്നു. സാമൂഹ്യ വ്യവസ്ഥിതി അല്പം മാറിയെങ്കിലും സ്ത്രീ സമൂഹം അടിമത്തത്തിൽ നിന്ന് മോചിതരായില്ല. അവർ വീണ്ടും പഴയതുപോലെ രണ്ടാം തരമായിട്ട് ഗണിക്കപ്പെട്ടു എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ ക്രിസ്തുവിന് മുമ്പ്, ക്രിസ്തുവിന് ശേഷം എന്നെല്ലാം പറഞ്ഞ് ഇന്നത്തെ കാലഗണനയുണ്ട്. ക്രിസ്തുവിന് മുമ്പ് 500-600 വർഷങ്ങൾ അങ്ങോട്ടേക്കും, ക്രിസ്തുവിന് ശേഷം 1-ാം നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ട്, 5-ാം നൂറ്റാണ്ട് എന്നെല്ലാം പറയുന്ന, 6-ാം നൂറ്റാണ്ട് എന്നെല്ലാം പറയുന്ന ഘട്ടത്തിലും ഈ അടിമത്തം നമുക്ക് കാണാൻ സാധിക്കും. രാജവാഴ്ച, അതിൻ്റെ കീഴിൽ എങ്ങനെയാണ് സ്ത്രീകളും പുരുഷന്മാരും ഗണിക്കപ്പെട്ടത്. പൊതുവേ സമൂഹത്തിൽ ചിലർ ഉയർന്നു വരുന്നു, ചിലർ വളരെ ഇംപ്യൂറാണ്, താഴ്ന്നതാണ് എന്നെല്ലാം വരുന്നു. മുഹമ്മദ് നബിയുടെ കാലം 6-ാം നൂറ്റാണ്ടിനടുത്താണെന്നാണ് പറയുന്നത്. മുഹമ്മദ് നബിയുടെ കാലത്ത് വലിയ ചർച്ച നടന്നിരുന്നു എന്ന് ചിലയിടത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ചരിത്രമാണോ അല്ല കേട്ട് അറിഞ്ഞിട്ടുള്ള കഥകളാണോ നമുക്കറിയില്ല. പക്ഷേ പറഞ്ഞു കേൾക്കുന്നത് വലിയ ചർച്ച. പണ്ഡിതന്മാർ, ഇന്നത്തെ പണ്ഡിതന്മാരുണ്ട് സമൂഹത്തിൽ, കുറേ കാര്യങ്ങളെക്കുറിച്ച് പ്രകൃതിയിൽ നിന്ന് അറിവൊക്കെ നേടി അതൊക്കെ പകർത്തി പറയാൻ കഴിയുന്ന ആളുകൾ പണ്ഡിതന്മാരായിട്ട് കണക്കാക്കപ്പെട്ടു. പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വളരെ ശാസ്ത്രീയമായിട്ട്, വളരെ മെറ്റീരിയലിസ്റ്റായിട്ട്, വളരെ ശാസ്ത്രീയമായി കാര്യങ്ങൾ കണ്ടു പറയുന്നവരുണ്ടായിരുന്നു. വേദകാലത്ത് അങ്ങനെയാണ്. വേദകാലം എന്ന് പറയുന്നത് ബ്രാഹ്മണിക്കൽ മേധാവിത്വം അരക്കിട്ടുറപ്പിക്കുന്ന കാലത്തെക്കുറിച്ച് മാത്രമാണ് പകർത്തി പറയുന്നത്. പക്ഷേ ചാർവാകന്മാരുണ്ടായിരുന്നു, തികച്ചും ഭൗതിക യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന ആളുകളുണ്ടായിരുന്നു, തെറ്റിനെ തെറ്റെന്ന് പറയാൻ ചങ്കൂറ്റുള്ളവരുണ്ടായിരുന്നു. അതൊക്കെ ഈ സമ്പത്തിൻ്റെ മേധാവിത്വത്തിൽ അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്തത്. സ്ത്രീകളുടെ മോചനവും അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. ഇപ്പോൾ മുഹമ്മദ് നബിയുടെ കാലത്ത് പണ്ഡിതന്മാരിരുന്ന് ചർച്ച ചെയ്യുമായിരുന്നത്രേ. ഈ സ്ത്രീ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടി അല്ല,
അത് ചെകുത്താൻ്റെ അംശമാണുള്ളത്. ദൈവത്തിൽ നിന്ന് അംശമില്ല. പുരുഷന്മാരാണ് ദൈവത്തിൻ്റെ അംശത്തിൽ പിറന്നവർ. പുരുഷന്മാരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമേ സ്ത്രീ ജന്മത്തിന് ചിന്തിക്കേണ്ടതുള്ളൂ. കഴിയുന്നത്ര പുരുഷന്മാരെ സന്തോഷിപ്പിച്ച് അവരുടെ അടിമയായിട്ട് നിൽക്കുക. പിന്നെ ചിലർ ചർച്ച ചെയ്ത് പറഞ്ഞു, പുരുഷന്മാർക്ക് ശരീരത്തിൽ ഹൃദയം എന്ന് പറയുന്ന ഒരു അവയവമുണ്ട്. കുറേശ്ശെ കീറാനും മുറിക്കാനും അവയവത്തെക്കുറിച്ചൊക്കെ പഠിച്ചു വരുന്ന കാലഘട്ടമാണ്. പൂർണ്ണമായിട്ടും ഡിസക്ഷനൊന്നും നടന്നിട്ടില്ല. ഈ ശരീരത്തിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പൂർണ്ണധാരണയൊന്നും ആയി കഴിഞ്ഞിട്ടില്ല. പിന്നീടാണ് അതെല്ലാം പഠിച്ചു വന്നിട്ടുള്ളത്, കീറി മുറിച്ച് പരിശോധനയൊക്കെ. പക്ഷെ എന്നിട്ടും പറഞ്ഞു സ്ത്രീക്ക് അങ്ങനെ ഒരു അവയവം ഇല്ല, പുരുഷന്മാർക്കതുണ്ട്. അതുകൊണ്ട് സ്ത്രീ എന്ന് പറയുന്നത് ഒരു വസ്തു മാത്രമായിട്ട് സങ്കല്പിക്കുകയാണ്. അപ്പോഴും മുഹമ്മദ് നബി പറഞ്ഞത് എന്താ? അന്നത്തെ കാലത്ത് 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബി പറഞ്ഞു, അങ്ങനെ പറയരുത്. ഈ ഭൂമിയിൽ ധർമ്മിഷ്ഠമായ ജീവിതം നയിക്കുന്ന സ്ത്രീക്കും പുരുഷനും അല്ലാഹു തുല്യമായ പ്രതിഫലം കരുതി വെച്ചിട്ടുണ്ട്. അന്ന് അത്രയും പറഞ്ഞാൽ വലിയ വിപ്ലവമല്ലേ? മുഹമ്മദ് നബിയുടെ പേരിൽ ഇപ്പം പ്രചരിപ്പിക്കപ്പെടുന്നതെല്ലാം ശരിയാവണമെന്നില്ല. നല്ല കാര്യം പറഞ്ഞത് പകർത്തി പറയണ്ടേ? ഈ മതവും ഇതിഹാസങ്ങളും എല്ലാം ആയുധമായിട്ടെടുക്കുന്ന കാലത്ത് അതിനെയെല്ലാം നന്മയെ തിരിച്ചു പിടിച്ച് സമൂഹത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നമുക്കുമുണ്ട്. കണ്ണടച്ച് എല്ലാം ഇരുട്ടാക്കുകയല്ല. പറഞ്ഞാൽ അതിനെ ആക്രമിക്കാൻ വരുന്നവരുണ്ട്. പക്ഷേ മൃദുവായെങ്കിലും പറഞ്ഞു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇവരെല്ലാം വളരെ മോശക്കായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? മുഹമ്മദ് നബി, യേശു ക്രിസ്തുവെല്ലാം നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് മൃഗബലിക്കെതിരായിട്ട് സംസാരിക്കും. പിന്നെ ഹദീസുകളും അതും ഇതുമൊക്കെ ആയിട്ട് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. ആ എഴുതി അതെല്ലാം ശരിയായിരുന്നു എന്ന് പറയാനൊരു പരിഷ്കൃത സമൂഹത്തിന് കഴിയാത്ത വിധം പലതും കൂട്ടിച്ചേർക്കും. പക്ഷേ ആത്യന്തികമായി എന്താ? അവരാരും വലിയ ചില്ലുമേടകളിലിരുന്ന് പ്രസംഗം നടത്തിയിട്ടുള്ളവരായിരുന്നില്ല. യേശു ക്രിസ്തുവായാലും മുഹമ്മദ് നബി ആയാലും ശ്രീബുദ്ധനായാലും അന്നത്തെ മനുഷ്യരുടെ പങ്കപ്പാടുകൾ കണ്ട് ഇറങ്ങി നടന്നവരായിരുന്നു. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് എത്രയോ കിലോമീറ്ററുകൾ നടക്കുകയായിരുന്നു യേശുവിൻ്റെയും അതുപോലെ മുഹമ്മദ് നബിയുടെയും എല്ലാം രീതി. കഷ്ടപ്പാടുകളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാനൊരു ഉപായം പറഞ്ഞു തരണേന്ന് വെച്ചിട്ട് ഗുഹക്കകത്ത് കയറി, ഹീരാ ഗുഹക്കകത്ത് മുഹമ്മദ് നബി തപസ് ചെയ്തു. മുഹമ്മദ് നബി ഒരിക്കലും സ്ത്രീകളെ ഇകഴ്ത്തി കണ്ടിട്ടില്ല. ഭാര്യയോട് ഓടി വന്നിട്ട് പറഞ്ഞു, ഖദീജ, എനിക്കൊരു വെളിപാടുണ്ടായിരിക്കുന്നു. എന്താ വെളിപാട്? നാടുനീളെ നടന്ന് കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി സംസാരിക്കണമെന്ന് വെളിപാടുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ അനുഭവിക്കുന്നത് കഷ്ടതയാണ്. ഇങ്ങനെ ക്രൂരമായി മൃഗബലി നടത്തേണ്ടതായിട്ടില്ല എന്നെല്ലാം പറയാൻ 6-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞെങ്കിൽ അതെത്ര നല്ല കാര്യമാണെന്ന് ചെയ്തത് എന്നുള്ളതാണ്. അതിനെ വളച്ചൊടിച്ച് വികൃതമാക്കുന്നത് അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ആളുകളാണ്, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ അത് നമുക്ക് പറയണ്ടേ? അന്ന് ഏറ്റവും വലിയ സ്ത്രീ സമത്വ സിദ്ധാന്തമല്ലേ? രണ്ടുപേർക്ക് ഒരുപോലെയാണ് ദൈവം പ്രതിഫലം കരുതി വച്ചിരിക്കുന്നതെങ്കിൽ ഭൂമിയിൽ സ്ത്രീകൾ ഇകഴ്ത്തപ്പെടേണ്ടവരല്ല. നിങ്ങൾ പറയുന്നത് പോലെ പിശാചിൻ്റെ അംശത്തിൽ നിന്ന് ജനിച്ചവരുമല്ല, ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയാണെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അത്രയും സ്ത്രീ സമത്വം അംഗീകരിച്ചു എന്നുള്ളതാണ്. യുദ്ധഭൂമിയിലൊക്കെ സ്ത്രീകൾ പോകാൻ അന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരം ഇതിഹാസങ്ങളിൽ നിന്ന് പോലും നല്ല അംശങ്ങളെടുത്ത് അതിനെ ചീത്തയാക്കിയ ആളുകളുടെ കുൽസിത ബുദ്ധികൾ തുറന്നു കാണിക്കാൻ നമുക്ക് സാധിക്കണം. യേശു ക്രിസ്തു അങ്ങനെ തന്നെയാണ്. യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് മഗ്ദലയിലെ മറിയം ഓടി വരികയാണ്. നാഥാ, എന്നെ കൊല്ലുന്നേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ യേശു ചോദിക്കുകയാണ്, അത്രേ, എന്താണ് മകളെ നീ ചെയ്ത തെറ്റ്? ആളുകളിങ്ങനെ പിന്നാലെ വന്നിട്ട്, ആളുകളല്ല പുരുഷന്മാർ നിൻ്റെ പിന്നാലെ വന്നിട്ട്, സ്ത്രീകളല്ല പുരുഷന്മാർ. ഇപ്പോൾ കല്ലെറിയാൻ RSSകാരുടെ പെണ്ണുങ്ങളും കൂടുന്നുണ്ട്. അതാണ് ഈ സമൂഹം എത്ര മോശമായിട്ട് മാറ്റപ്പെടുന്നു എന്നുള്ളതിൻ്റെ. സ്ത്രീയെ കല്ലെറിയാൻ, സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ, അല്ലേ? പോയിട്ട് ബലാത്സംഗം ചെയ്ത് കൊല്ലുക എന്ന് ആക്രോശിക്കുന്നത് സ്ത്രീകൾ കൂടിയാണ്. സംഘപരിവാരത്തിൻ്റെ വർഗീയത തലക്ക് പിടിച്ചാൽ എന്തുമാത്രം അപകടം ഉണ്ടാവും എന്നുള്ളതിൻ്റെ സൂചനയാണ്. യേശുവിൻ്റെ മുമ്പിൽ ഓടി വന്ന മറിയത്തോട് യേശു ചോദിച്ചു, എന്താണ് മകളെ നീ ചെയ്ത തെറ്റ്? ഞാൻ ദുർനടപ്പുകാരിയാണെന്ന് പറയുന്നു. അപ്പോൾ യേശു മനസ്സിൽ കുറിച്ചിട്ടു, ദുർനടപ്പുകാരിയാണെങ്കിൽ അതിൻ്റെ അറ്റത്തൊരു പുരുഷനും ഉണ്ടാവില്ലേ? അവൾക്ക് ഒറ്റക്ക് ദുർനടത്തം നടക്കാൻ പറ്റുമോ? പുരുഷൻ അതിന് കൂട്ടാളിയായിരിക്കുമല്ലോ. അയാളെവിടെ? അയാളെ കല്ലെറിയുന്നില്ല. അപ്പോൾ യേശു പറഞ്ഞു, നിൽക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞു. ആളുകളെല്ലാം ഓടി അടുത്ത് വന്നപ്പോൾ ചോദിച്ചു, എന്താ പ്രശ്നം? ഇവള് നാട്ടിലെ മനുഷ്യന്മാരെ എല്ലാം പിഴപ്പിക്കുന്നു, പുരുഷന്മാരെ എല്ലാം പിഴപ്പിക്കുന്നു. പുരുഷന്മാർക്ക് കുഴപ്പമൊന്നുമില്ല, പാവം, ഇവള് പിഴപ്പിക്കുന്നു, അതുകൊണ്ട് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ്. ഇവളെ കൊന്നാൽ വേറെ സ്ത്രീ ഉണ്ടാവില്ലേ? യേശു നല്ലൊരു വിധി പുറപ്പെടുവിച്ചു. യേശു പറഞ്ഞു, ശരി, എന്നാൽ പിന്നെ നിങ്ങളിൽ പാപം ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ കല്ലെറിയാൻ പറഞ്ഞു. അത് നമ്മളാരെങ്കിലോ പറഞ്ഞെങ്കിൽ ജനം അപ്പാട് കല്ലെറിഞ്ഞ് കൊല്ലും. പക്ഷേ യേശുവിന് ദിവ്യദൃഷ്ടിയുണ്ടെന്നാണ് ഈ വന്ന ജനങ്ങളുടെ വിശ്വാസം.
അപ്പോൾ എറിയാൻ പുറപ്പെടുന്ന കല്ലെടുത്ത് യേശുവിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ വിചാരിച്ചു ഇദ്ദേഹത്തിന് അറിയാമല്ലോ ഞാൻ ചെയ്ത പാപം അല്ലേ, അപ്പോൾ പ്രശ്നമായി പോവോ എന്ന് കരുതി ഓങ്ങിയ കൈകൾ പിന്നിലേക്ക് വലിഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, മനസ്സിലായില്ലേ, നിങ്ങൾ പൊയ്ക്കോ. എന്നിട്ട് വള്ളത്തോട് പാടിയതുപോലെ, പൊയ്ക്കൊള്ളുക പെൺകുഞ്ഞെ, ദുഃഖം വെടിഞ്ഞു, നീ ഉൾക്കൊണ്ട വിശ്വാസം കാക്കും നിന്നെ.